ഗുഡ് മോർണിംഗ് ആൻഡ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ ഒരു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു ഡേയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു 34 വീക്സ് ഓഫ് പ്രഗ്നൻസിയാണ്. ഇപ്പം 34 വീക്കായി കറൻ്റ്ലി കംപ്ലീറ്റഡ് ആണ്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ വഴിയേ. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ ഞാൻ ആദ്യം കുറച്ച് വെള്ളമാണ് കുടിക്കാറുള്ളത്. അത് പ്രഗ്നൻസിക്ക് മുന്നേ അങ്ങനെ തന്നെയാണ്, പ്രഗ്നൻ്റ് ആയപ്പോഴും അത് തന്നെയാണ് ശീലം. പിന്നെ കൂട്ടത്തിൽ നല്ല വിശപ്പാണ് രാവിലെ. മിഡ് നൈറ്റ് ഒന്നും അധികം അങ്ങനെ ഞാൻ വിശന്നിട്ട് കഴിക്കാറില്ല. അപ്പോൾ രാവിലെ എണീച്ച് പഴം കഴിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ചെയ്യാറുള്ളത് എണ്ണ തലയിൽ തേക്കും കുളിക്കാനായിട്ട്. എല്ലാം ടെറസിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിന്നാണ് ചെയ്യാറുള്ളത്. എണ്ണയൊക്കെ തേച്ച ശേഷം നേരെ മുകളിൽ പോകും. മുകളിൽ അത്യാവശ്യം നല്ല ഇളം വെയിലുണ്ടാവും. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കേശുവും എല്ലാം കയറി വരും. അവർ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് ഓടിയൊക്കെ ഇങ്ങനെ നടക്കും എൻ്റെ കൂടെ. ഞാൻ തിരിച്ച് പോകുന്നവരെ അവിടെ തന്നെ ഉണ്ടാവും. അതങ്ങനെ ഇളം വെയിലൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കൊണ്ട് കുറച്ച് നേരം രാവിലെ മോർണിംഗ് വാക്കും മുകളിൽ ടെറസിൽ തന്നെ ചെയ്യും. ഒരു 20 മിനിറ്റൊക്കെ അവിടെ തന്നെ നടക്കാറുമുണ്ട്. അപ്പോൾ വെയിൽ കൊണ്ട ശേഷമാണ് എപ്പോഴും നടക്കാറുള്ളത്. വെയിലൊരു 10-15 മിനിറ്റൊക്കെ അടുപ്പിച്ചാണ് കൊള്ളാൻ നിൽക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ് നടക്കും. എല്ലാ പ്രഗ്നൻ്റ് ആവുന്നവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡക്ക് നടക്കുന്ന പോലെ നടക്കാൻ തോന്നുക എന്നാൽ കറക്റ്റ് അതുപോലെയാണെന്ന് എനിക്കും ഒരു ഡക്ക് നടക്കുന്ന ഫീലാണ് ഉണ്ടാവുക എപ്പോഴും. വെയിൽ കൊണ്ടിട്ട് വന്നിട്ടാണ് ഞാൻ ഫേസിലും കയ്യിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. കാര്യം വെയിൽ കൊള്ളാൻ പോകുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് വേർത്ത് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നേരെ വെയിൽ കൊണ്ടിട്ട് വന്നിട്ട് മുഖത്തും കയ്യിലും ഒക്കെ എണ്ണ തേക്കും. അത് കഴിഞ്ഞ് നേരെ താഴെ വന്നിട്ട് അതിൽ പോകാൻ സമയമാവും. അപ്പോൾ അതിൽ കുളിച്ച് റെഡിയായി നിൽക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. നേരെ ഫസ്റ്റ് കഴിച്ച ശേഷം പോവും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ 2 എഗ് വൈറ്റും 1 എഗ്ഗിൻ്റെ യോക്കും കഴിക്കാറുണ്ട്. അതുപോലെ പാലും കുടിക്കും. അത് സ്ഥിരം ഉള്ളതാണ്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതാണ് ശീലം. അത് കഴിഞ്ഞ് നേരെ അതിലിന് യാത്രയാക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോകും. ആ ടൈമിൽ സ്ഥിരം നമ്മുടെ കല്ലുകേശും എല്ലാവരും കൂടെ വരും. അങ്ങനെ കൂട്ടത്തിൽ നമ്മുടെ ലിറ്റർ സ്പൈഡർമാനും ഉണ്ട്, ദേവനും ഉണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ അവന് എന്നും രാവിലെ അതിലും മാമനെ ടാറ്റ അയക്കണമെന്ന് പറഞ്ഞിട്ട് ടാറ്റ പറയണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അവരെപ്പോഴും എവിടെ പോയാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിറകെ നടക്കും, തിരിച്ചതുപോലെ കൂടെ വരികയും ചെയ്യും. അതിൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരുന്നത് വരെ എനിക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. കല്ലും കേശുവും അമ്മുവൊക്കെ ഉള്ളതുകൊണ്ട് ടൈം നല്ലപോലെ പോവും. അതിനിടയിൽ അമ്മു ചിലപ്പോൾ വരില്ല കൂടെ. അപ്പം ഞാൻ അമ്മുവിനെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ അവൾ നിന്നിരുന്നില്ല. അവളങ്ങനെയാണ്, വരാറില്ല എപ്പോഴും. അവൾക്ക് പിടിക്കുന്നത് എടുക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമല്ല. കരിയിന് നേരെ ചെന്നിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനിന് മേടിക്കാനായിട്ട് മീൻ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ ഇറങ്ങി വന്നു. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കല്ലുണ്ട്. കല്ലുവിൻ്റെ സ്ഥിരം ശീലമാണിത്. മുകളിൽ കയറിയെന്ന് മീനിൻ്റെ ഇതിൻ്റെ പാത്രത്തിനകത്ത് നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ നേരെ അകത്ത് വന്നിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞാണ് ഫുഡ് കഴിച്ച പാത്രം എപ്പോഴും കഴുകാറുള്ളത്. അതിൽ പറഞ്ഞയച്ചിട്ട് വന്ന ശേഷമാണ് കഴുകാറുള്ളത്. പിന്നെ നമ്മുടെ കല്ലുവിനും കേശുവിനും ഒക്കെ ഫുഡൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷമാണ് പിന്നെ ഞാൻ കുളിക്കാനും ഒക്കെ പോകാറുള്ളത്. അതിന് മുന്നേ ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പ്രഗ്നൻ്റായി ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോൾ എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നീരും ബോഡി പെയിനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളം ചൂടാക്കിയാണ് കുളിക്കാറുള്ളത് എപ്പോഴും. കുളിച്ചിട്ട് വന്ന ശേഷം എപ്പോഴത്തേയും പോലെ രാസ്നാദിയൊക്കെ ഉച്ചയിൽ ഇടാറുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം. ഇപ്പോൾ കുളിച്ചാലും ചൂടാണ്, കുളിച്ചില്ലെങ്കിലും ചൂടാണ്. അതുകൊണ്ട് 2 ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നില്ലെങ്കിൽ ഭയങ്കര വെപ്രാളം എടുക്കും. അങ്ങനെ ആ സമയത്ത് കുറച്ച് നട്ട്സ് കഴിക്കാമെന്ന് കരുതിയിട്ട് നട്ട്സ് എടുത്ത് വെച്ചു. ആദ്യമൊക്കെ നട്ട്സ് അടിച്ച് പാലിൽ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞ് കുറച്ച് കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും നമുക്ക് ഒരുമിച്ചിട്ട് അടിച്ച് കഴിച്ചാൽ കുടിക്കാനേ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പാല് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ് കഴിക്കണ രീതിയിലാക്കി. ഈ സാധനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ കഴിച്ചിപ്പോൾ കഴിക്കാനേ പറ്റുന്നില്ല. എന്നാലും കഷ്ടപ്പെട്ടാണ് കഴിക്കണത്. അതിൽ ഈ വാൽനട്ട് ആണെങ്കിൽ സെപ്പറേറ്റ് കഴിക്കാൻ എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമല്ല, ഇപ്പോഴും പൊതുവേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാൽനട്ട് ഒരു തവണ കഴിച്ചിട്ട് കുറച്ച്
ഡേറ്റ്സും കൂടെ കഴിക്കും. അപ്പോൾ ആ ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആവും. അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കണേ ഇപ്പം. അല്ലാതെ കഴിക്കാനേ പറ്റത്തില്ല. സ്റ്റാൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ അങ്ങനെ ഇപ്പം എനിക്കൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാ ഗർഭിണികൾക്കും ഇങ്ങനെ ആയിരിക്കും, സ്റ്റാൻഡ് ഒരു സമയമാകുമ്പോൾ കിട്ടും. അങ്ങനെ വച്ച് കഴിക്കാം നമുക്കതുകൊണ്ട്. പാലൊക്കെ കാച്ചി വെച്ചു കുടിക്കാനായിട്ട്. ഞാൻ ഇനി കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷനും കുറച്ച് ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ പ്രാണായാമം, അതാണ് ചെയ്യണത് കൂടുതലും. പിന്നെ അത് കൂടാതെ ഇപ്പം കൂടുതൽ ചെയ്യണ എക്സസൈസ് നടത്താം. മെയിനായിട്ട് നടത്ത തന്നെയാണ്. നടത്തയും സ്റ്റെപ്പ് കയറി ഇറങ്ങണതും. പിന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ പോകണം. പോകുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച ശേഷം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ മെഡിറ്റേഷൻ ഇതും ചെയ്യുന്നത് ഈ സമയത്ത് ചെയ്യുമ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. കാര്യം രാത്രിയൊന്നും ഉറക്കം ശരിയാവാറില്ല. ഉറങ്ങി വരുമ്പോഴേ ഒരു സമയമാവും. പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇപ്പം ബാത്റൂം പോകാൻ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് ഉറക്കം ഒട്ടും രാത്രി ശരിയാവില്ല. ഈ പകലിപ്പം ഒരു 2 hours ഉറങ്ങാമെന്ന് വെച്ചിരുന്നാൽ പോലും അതിനിടയിലും ബാത്റൂം പോകാൻ വേണ്ടി എണീക്കണം. എന്നാലും ഒരു ടയേർഡ് ഫീൽ ചെയ്യുമ്പോൾ ഒന്നൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറങ്ങും കുറച്ച് നേരം. പിന്നെ ഇപ്പം തന്നെ കുറേ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് 8th month ലാസ്റ്റൊക്കെ ആയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രാക്സ്റ്റൺ കിക്ക് കൺട്രാക്ഷൻസ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പെൽവിക്കിൻ്റെ പെയിന്, കാലിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചില ദിവസങ്ങളിൽ നടക്കാൻ പറ്റാറില്ല കാലിൻ്റെ ബുദ്ധിമുട്ട് കാരണം. ഓൾറെഡി എനിക്ക് കുറേ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പറയാം. അപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മാറിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം കൂടെ തലപ്പൊക്കി വന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പ്രഗ്നൻസിയുടെ ഇഷ്യൂസ് പഴയ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികം നേരം ഇപ്പോൾ നിൽക്കാനും വയ്യ, അധികം നേരം ഇരിക്കാനും വയ്യ, അതുപോലെ തന്നെ കിടക്കാനും വയ്യ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം കിട്ടണ സമയം കുറച്ചായിട്ട് ഇങ്ങനെ പറ്റും പോലെ റെസ്റ്റ് എടുക്കും. ഇനിയിപ്പോൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്തിട്ട് പാല് കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഫസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് പിന്നെ നേരെ പ്രാണായാമ ചെയ്യും. അതുപോലെ നാഡീശുദ്ധി പ്രാണായാമയും ഭ്രാമറി പ്രാണായാമയാണ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ BP ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണത്. അതിനുശേഷം ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ജോയിൻസിനുള്ള മൂവ്മെൻറ്റ്സാണ് ചെയ്യുക. നെക്ക് തൊട്ട് നമ്മൾ കാല് വരെയുള്ള എല്ലാ ജോയിൻസും മൂവ്മെൻറ്റ് നല്ലതുപോലെ നമ്മൾ കൊടുക്കും. അതിനുള്ള ഓരോ എക്സസൈസസ് ചെയ്യും. പിന്നെ ഡോക്ടർ ഒരു പൊടി തന്നിട്ടുണ്ടായിരുന്നു പാലിലിട്ട് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് അത് നേരത്തെ കാച്ചി വെച്ച് പാലിലിട്ട് കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാനായിട്ട് പോവുക. പിന്നെ ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ ആ ടൈമിൽ ആദ്യം പിള്ളേർക്ക് ചോറ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ചോറ് കോരി കഴിക്കും. എങ്ങനെ പോയാലും ഒരു 2 മണിയാവും ആ ടൈമിൽ ചോറ് കഴിക്കുമ്പോൾ. എന്നിട്ട് ഉച്ചയ്ക്കുള്ള അയൺ ടാബ്ലറ്റ് കഴിക്കും. ടാബ്ലറ്റ് കഴിച്ചിട്ട് നേരെ ഇരുന്ന് പിന്നെ വാവയുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് രാവിലെ ഉച്ചയ്ക്കും രാത്രി 3 നേരം മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, മൂവ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കരിക്ക് കുടിക്കും. കരിക്ക് കുടിച്ച ശേഷം പിന്നെ കഴിക്കാനായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കും. ഫ്രൂട്ട്സ് ഞാൻ ഓരോ ഫ്രൂട്ട്സായിട്ട് കഴിക്കാറില്ല, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കഴിക്കാറുള്ളത് എപ്പോഴും. ഓരോ ഫ്രൂട്ട്സ് മാത്രം എടുക്കുമ്പോൾ പോലും നിറയെ ക്വാണ്ടിറ്റി വരും. അപ്പം ഞാനത് 2 തവണയായിട്ടാണ് കഴിക്കാറുള്ളത്. മൊത്തം ഒരു തവണ കഴിക്കാറില്ല. ഒരു തവണ ശകലം ഒരു ബൗളിലെടുത്തിട്ട് പിന്നെ ബാക്കി പിന്നെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് കഴിക്കാറുള്ളത്.
അപ്പോൾ ആ കല്ലും കേശുമൊക്കെ സുഖമായിട്ട് ഈവനിങ് ഉള്ള ഉറക്കത്തിലാണ്. ഇപ്പോൾ സമയം ഒരു 3-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അന്നാണ് ഉറങ്ങിയാണ്. സത്യത്തിൽ എൻ്റെ പ്രഗ്നൻസി പില്ലോ വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചതിനെക്കാട്ടി കൂടുതൽ ഇവരാണ് ഉപയോഗിച്ചത്. അവർക്ക് ഭയങ്കര കംഫർട്ടാണ് അതിൽ, ഭയങ്കര സുഖമായിട്ട് കിടക്കും. പിന്നെ ഹെയറൊക്കെ ഒന്ന് കോതി ഒതുക്കി സെറ്റ് ചെയ്ത്, കാര്യം രാവിലെ കുളിച്ചിട്ട് അങ്ങനെ ഇട്ടിരുന്നതല്ലേ, അപ്പം ഉടക്കൊക്കെ കളഞ്ഞ് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡെയിലി എന്നും കുറച്ച് നേരം എന്തെങ്കിലും ബുക്സ് വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഗീതയും ദ ആൽക്കെമിസ്റ്റാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും മാറി മാറി വായിക്കും. ഒന്ന് വായിച്ച് കുറച്ച് ബോറാവുമ്പോൾ അടുത്തത് വായിക്കും. ഞാൻ രണ്ടും മാറി മാറി വായിച്ച് ഡെയിലി പോകാറുണ്ട്. ഒരു മിനിമം ഒരു 10-15 പേജ് ഡെയിലി വായിക്കും. അങ്ങനെ ഒരു രീതിയിലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം ബുക്ക് റീഡ് ചെയ്യാം എന്തായാലും. അങ്ങനെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറച്ച് മുന്തിരി കഴിക്കാൻ കരുതി എന്താ വെളിയിൽ വന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇപ്പോൾ നല്ല കാറ്റുണ്ട്, ഒരു പീസ്ഫുൾ ഫീൽ. മുന്തിരി കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഈവനിങ് വാക്ക് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കാൻ പോകണം. വേറെ അടുത്തല്ല, ഇവിടെ തന്നെ പുറത്ത് ഒരു അരമണിക്കൂർ നടക്കണം. അങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞു. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നടന്നു. ഇനിയിപ്പോൾ എന്തോന്ന്, ഈ സമയത്ത് സന്ധ്യ നേരത്തെ അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. പണ്ടും ചായ കുടിക്കുന്ന ശീലമില്ല, ഇപ്പോഴും ഇല്ല. കോഫി പണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും 2 വീക്സ് കൂടുമ്പോഴേ കുടിക്കുമായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയി പിന്നെ കോഫിയും കുടിക്കാറില്ല, അത് നിർത്തി. പിന്നെ ചായ ഇപ്പം ചിലപ്പോൾ തോന്നണമെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം കുടിക്കും, അങ്ങനെയുള്ളൂ. അല്ല ഡെയിലി കുടിക്കണം അങ്ങനെയില്ല. ഇനിയിപ്പം ഞാൻ നെല്ലിക്ക ജ്യൂസാണ് കുടിക്കാറുള്ളത് ചായയ്ക്ക് പകരം. ഈ സമയത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കും. 2 നെല്ലിക്ക അടിച്ചിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അത് ഡയറ്റ് ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ അത് ഡയറ്റ് എടുത്തത് കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ പറയണുണ്ട്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇപ്പം ഇനി പോയിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കണം. നെല്ലിക്ക അമ്മ അടിക്കും, അച്ഛനും കൂടെ അടിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ കൂര എപ്പോഴേ കാച്ചി വയ്ക്കും, അപ്പോൾ തണുത്തിരിക്കും. എനിക്ക് പ്രഗ്നൻ്റ് ആയ പിന്നെ ഏറ്റവും വലിയൊരു പാഠം തോന്നിയത് സമയാസമയം ഗ്യാപ്പിട്ട് ഓരോന്ന് കഴിക്കണമല്ലോ. അതെനിക്ക് ഭയങ്കര ടഫറായിട്ട് ഫീൽ ചെയ്യും. കാര്യം പണ്ടൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഗ്യാപ്പിട്ട് ഓരോ നോക്കി കഴിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു വലിയ ജോലിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂരവ് കാച്ച എന്തായാലും. അങ്ങനെ 2 സ്പൂണ് കൂരവാണ് ഞാൻ കാച്ചാറുള്ളത് എന്നും ഈവനിങ്. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന കൂരവാണ്, അപ്പോൾ അത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ദിവസവും കഴിക്കാൻ നോക്കും. അത് ഒന്ന് അരച്ച് ശകലം വെള്ളം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടേ കാച്ചാറുള്ളൂ. കാര്യം ഒരു കരകരപ്പ് ഫീലാണില്ല എന്നുണ്ടെങ്കിൽ അതിന്, അപ്പോൾ അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കരിപ്പൊട്ടി എടുത്ത് ചെത്തി ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ അലിഞ്ഞ് വരും. അപ്പോൾ അതിനെ നേരെ എന്നിട്ട് അരിപ്പിൽ അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. അപ്പോൾ അങ്ങനെ കരിപ്പൊട്ടി ഇവിടെ മിക്സ് ചെയ്ത് ഒഴിക്കും. ഇടയ്ക്ക് പനങ്കർക്കണ്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അതിനെക്കാട്ടിലും നല്ലത് കരിപ്പൊട്ടി ആയതുകൊണ്ട് പിന്നെ കരിപ്പൊട്ടിയാക്കി അങ്ങനെ കൂരവിനെ കാച്ചി സെറ്റാക്കി എടുത്തു. പിന്നെ നെല്ലിക്ക അടിച്ചു വെച്ചിരുന്ന നെല്ലിക്ക ജ്യൂസിനാണ് അപ്പോൾ കുടിക്കുക. അത് കുടിച്ചു കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും അതിലിങ്ങനെ വന്നു. അപ്പോൾ ഒരു 7-8 മണി സമയമായി അതിലെത്തിയപ്പോഴത്തേക്ക് തന്നെ പിന്നെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിച്ചു. 2 നെല്ലിക്കാണ് അടിച്ച് കുടിക്കാറ്. അതൊന്നും വെറുതെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ജ്യൂസാക്കി അങ്ങ് കുടിക്കുന്നത്. അതാകുമ്പം ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ച് തീർക്കാമല്ലോ. നേരെ കുറച്ചൊരു മുകളിൽ പോയിട്ട് ഞങ്ങളവിടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അപ്പോഴേക്കും ദേവൻ വന്നിട്ട് വാവയെ തൊട്ട് നോക്കുന്ന, വാവയ്ക്ക് ഉമ്മ കൊടുക്കുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. അവ എപ്പോഴും വന്നിങ്ങനെ ചെയ്യാറുണ്ട്. ഉമ്മയൊക്കെ കൊടുത്ത് തടവി തൊട്ടൊക്കെ നോക്കും.
അത് കഴിഞ്ഞ് നേരെ താഴെ വരും ഞങ്ങൾ കുറച്ചു നേരം ടെറസിൽ നിന്ന ശേഷം പിന്നെ കാച്ചി വെച്ച കൂരവിനെ എടുത്ത് കഴിക്കും. അപ്പോഴേക്കും സമയം ഒരു 8-8:30 ആയിട്ടുണ്ടാവും. ഈ കാച്ചി ആ ഒരു പാത്രത്തിൽ ഞാൻ കഴിക്കും, വേറെ ബൗളിലൊന്നും എടുത്ത് വെക്കാനായിട്ട് നോക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൽ വാവയോട് കുറേ നേരമൊക്കെ സംസാരിച്ച് അനക്കമൊക്കെ ഒന്ന് നോക്കി അങ്ങനെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ നൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, നൈറ്റ് ഞാൻ ഗോതമ്പാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഗോതമ്പ് ദോശയും ചമ്മന്തിയും പിന്നെ ദോശപ്പൊടിയാണ്. മിക്കവാറും ദിവസം നൈറ്റ് ഗോതമ്പാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ കൂരവിൽ എന്തെങ്കിലും ഫുഡാണ് കഴിക്കുക. പിന്നെ സമയമൊക്കെ കഴിഞ്ഞു, കല്ലും ഒക്കെ സുഖമായിട്ട് വന്നിടന്ന് ഉറങ്ങുകയാണ്. കല്ലു 2 ഉറക്കമായി. ഞാൻ പാല് കുടിക്കുകയാണ്. ഇന്നത്തെ ലാസ്റ്റത്തെ ഭക്ഷണമാണ്. രാത്രിത്തെ പാലോടുകൂടി ഇന്നെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഫുഡിങ്, ഇന്നത്തെ ഡേ, എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും സക്സസ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. കുഴപ്പമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി പാലും കൂടെ കുടിച്ചിട്ട് കിടന്നുറങ്ങും. ഉറക്കമൊന്നുമില്ല, 1 മണിക്കൂറോട്ട് എണീക്കണം. അത്രയൊക്കെ തന്നെയാണ് എൻ്റെ ദിവസം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.